എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗശൂന്യമായ മാഗസിനൊക്കെ ഉണ്ട്, വനിത, ബാലരമ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആഫ്രിക്കൻ ഹട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ്, വലുതും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പാഴായി കളയ്ക്കുന്ന മാഗസിൻ, ഇങ്ങനെയുള്ള മാഗസിൻ, പിന്നെ വനിത, ബാലരമ, നോട്ട്ബുക്കുകൾ, പഴയ നോട്ട്ബുക്കുകൾ, ഞാനിപ്പോൾ എന്തിനാണ് ചെറിയ കാണിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഒരു 2 ബുക്ക് ഉണ്ടാക്കിയതാണ്. ഇതുപോലുള്ള ബുക്കുകൾ, നമ്മൾ വേസ്റ്റായി കളയുന്ന ബുക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ആഫ്രിക്കൻ ഹട്ട് എന്ന് പറയുമ്പോൾ ആഫ്രിക്കക്കാരുടെ ചെറിയ വീടുകളുണ്ടല്ലോ, മരങ്ങൾ കൊണ്ടും മണ്ണ് കൊണ്ടും ഒക്കെ നിർമ്മിച്ച വീടുകളുണ്ട്. ആ വീടിൻ്റെ മനോഹരമായ രൂപങ്ങൾ നമുക്ക് ഇതിലുണ്ടാക്കാം. ഈ വേസ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച്, ഈ മാഗസിൻ ഉപയോഗിച്ചൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുത്ത ഒരു ചെറിയൊരു ബുക്കാണ്. ഈ ബുക്കാണ് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഈ സൈസിലുള്ള 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ അതിൻ്റെ പേപ്പർ രണ്ട് രീതിയിലുള്ള മടക്കുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ഒരു പേപ്പർ, ഒരു ബുക്കിൻ്റെ ഒരു പേപ്പർ എടുക്കുക. അതായത് ഈ ഒരു പേപ്പർ എടുത്തിട്ട് അത് മടക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകം കാണിച്ചു തരാം. ആദ്യമായിട്ട് ആ പേപ്പർ ഇങ്ങനെ മടക്കുക, കറക്റ്റ് പകുതി വെച്ച് ഇങ്ങനെ മടക്കുക. 2 മടക്കേ ഉള്ളൊരു പേപ്പർ, എന്നിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ തിരിച്ചിങ്ങനെ മടക്കുക. ഇപ്പം കണ്ടോ, ഇത്രയോടെ മടക്കുക. ഇതാ ഇങ്ങനെ ഒരു മടക്കുന്നു, ഇങ്ങനെ മടക്കുന്നു. ഇങ്ങനെ ഒരു സെറ്റ് ഇങ്ങനെ വേണം. അടുത്ത സെറ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആദ്യത്തെ പോലെ ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം ആ രണ്ടാമത്തെ പേപ്പർ മടക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം. ഈ ഒരു രീതിയിൽ മടക്കുക. ആദ്യത്തെ മടക്ക് മറ്റതുപോലെ തന്നെയാണ്, രണ്ടാമത്തെ മടക്ക് മാത്രമേ അത് മാറ്റമുള്ളൂ. ഇങ്ങനെയാണ് മടക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ഒരു സെറ്റപ്പിൽ മടക്കുക. ഒരു സെറ്റ് പേപ്പർ, ഇതിങ്ങനെ ഒരു സെറ്റ് പേപ്പർ. ഇതിൻ്റെ ജോയിനിങ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 2 പേപ്പർ ഞാനിപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ബുക്ക് എടുക്കുകയാണ്. ഈ ബുക്കാണ് നമ്മൾ വേസ്റ്റ് ബുക്കുകളാണ്. ഇതിൽ ആദ്യത്തെ പേജ് ഇതുപോലെ മടക്കുന്നു. ഉണ്ടല്ലോ. രണ്ടാമത്തെ പേജ് ഇതുപോലെ മടക്കുന്നു. രണ്ടാമത്തെ ഷീറ്റ് ഇങ്ങനെ, ആദ്യത്തെ പേജ് ഇങ്ങനെ മടക്കുന്നു, രണ്ടാമത്തെ പേജ് ഇങ്ങനെ മടക്കുന്നു. ആകെ 2 തരത്തിലുള്ള മടക്കുകളേ ഉള്ളൂ. ആകെ 4 ഫോൾഡ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ആകെ 4 ഫോൾഡേ ഉള്ളൂ. അടുത്തത് വീണ്ടും ഇത് ആൾട്ടർനേറ്റീവായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തത് വീണ്ടും ഇങ്ങനെ ചെയ്യുന്നു, ഈ കോണോട് കൊണ്ട് പിടിച്ചിരിക്കുന്നു. അടുത്തത് വീണ്ടും എടുക്കുന്നു, ഇങ്ങനെ മടക്കുന്നു. അടുത്തത് വീണ്ടും എടുക്കുന്നു, ഇങ്ങനെ വീണ്ടും കോണോട് മടക്കുന്നു. ഉണ്ടല്ലോ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുള്ള് ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഒരുപാട് വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ മടക്കിയാൽ മാത്രം മതി. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കുക. മടക്കിയപ്പോൾ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, 1 ഈ കോണോട് കോണ് മടക്കിയത്, 2 ഇതേ വെർട്ടിക്കലാണ് മടക്കിയത്. ഇങ്ങനെ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കണം. മടക്കി അവസാനം ഈ ഫുള്ള് ബുക്ക് നമുക്ക് ഇതുപോലെ മടക്കണം. 1 2 ബുക്ക് ഇതുപോലെ ബുക്കിൻ്റെ പേജിനനുസരിച്ച് നമ്മൾ മടക്കണം. മടക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു ഹട്ട് എങ്ങനെ നിർമ്മിക്കുക. ഒരു ഹട്ടിൻ്റെ സൈഡ് കണ്ട ഇതുപോലെ ഹട്ട്, ഇതിൻ്റെ ഒരു സംയോജനമായിരിക്കും ഹട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് പേജ് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. അടുത്തത് വീണ്ടും മടക്കുന്നു. ഇങ്ങനെ വേഗത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിമനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണിത്.
ചെറിയ കലാപരമായിട്ട് പല കളർ പേപ്പറുകളിലാണെങ്കിൽ ഇവിടെ മനോഹരമായിരിക്കും. പിന്നെ നമുക്ക് ആർട്ട് വർക്കൊക്കെ അറിയാമെന്നുള്ള കുറച്ച് ആർട്ട് വർക്ക് ചെയ്ത് നമുക്കതിൻ്റെ ആൾരൂപങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ വയ്ക്കാം. മരങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നമ്മുടെ ആഫ്രിക്കൻ എല്ലാ വീടുകൾ പോലെ തന്നെ ഇരിക്കും. ഇതുകൊണ്ടോ ഇതുപോലെയാണ്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതുപോലെ ഏകദേശം 3 ബുക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഓരോ സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇതുപോലെ ജോയിൻ ചെയ്യണം. എന്തെങ്കിലും ഒന്ന് ഗ്ലൂ എന്തെങ്കിലും വെച്ച് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്താൽ മതി. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെയാണ്. ഞാൻ ഇപ്പോൾ വേറെ ഒന്ന് വെച്ച് ഒരു ചെറുതും കൂടെ ഇതുപോലെ ചെയ്തു. ഏത് സൈസിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.